ദേവിക്കും ആനന്ദിനും വീണ്ടും ഒരു കുഞ്ഞു ജനിക്കാൻ പോകുന്നു. ദേവി ഗർഭിണിയായി. അതെ, ദേവി ഒരമ്മയാവുന്ന ഉടനെ തന്നെ അവരുടെ വിഷമങ്ങൾക്ക് അറുതി വരുത്തിക്കൊണ്ട് വീണ്ടും ഒരു അമ്മയാവുകയാണ്. അങ്ങനെ ദേവിയും അതുപോലെ തന്നെ ഒരച്ഛനാവുന്നു ആനന്ദവും. എന്തായാലും അധികം വൈകാതെ തന്നെ അവരുടെ വീട്ടിലേക്ക് സന്തോഷം കടന്നു വരികയാണ്. ബാലനും അതുപോലെ തന്നെ ഗോമതിക്കും വീട്ടിലുള്ള എല്ലാവർക്കും അതിലൂടെ സന്തോഷം തരികയാണ്. അവരുടെ ദേവിയുടെയും വീട്ടുകാരുടെയും കള്ളത്തരം പൊളിഞ്ഞെങ്കിലും വീണ്ടും ദേവിക്കും ആനന്ദിനും ഒരു കുട്ടി ജനിക്കാൻ പോകുന്നു എന്നറിയുന്നതോടുകൂടി എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ദേവിയെ അവിടെ ദേവമംഗലത്തേക്ക് വീണ്ടും കൂട്ടിക്കൊണ്ടുവരികയാണ്. ബാലനും അതുപോലെ തന്നെ ഗോമതിയും എല്ലാം ചേർന്ന് ആഘോഷപൂർവ്വമായി അവരുടെ സന്തോഷം വീണ്ടും കിട്ടുകയും